ألم عاهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. ഞാൻ നിങ്ങൾക്ക് വഅദ ചെയ്തില്ലയോ, പ്രോമിസ് ചെയ്തില്ലയോ? ഓ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളെ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കാൻ പാടില്ല. അവൻ നിങ്ങൾക്ക് സ്പഷ്ടമായ ശത്രുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഒരു കരാർ, ഒരു കവിനന്റ്. എന്താണ് ആ കവിനന്റ് അഥവാ ആ അഗ്രിമെന്റ്? അത് നിങ്ങൾ ശൈത്താനെ ആരാധിക്കാൻ പാടില്ല. ശൈത്താനെ ആരാധിച്ചാൽ, പിശാചിനെ ആരാധിച്ചാൽ അവർ നരകത്തിലേക്ക് കടക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അത് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അതിന് എതിരായി പിശാചിനെ ആരാധിക്കൽ അത് നരകത്തിലേക്ക് പോകുന്ന പണിയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മലക്കുകളെയും വിളിച്ച് അല്ലാഹു പറയുകയുണ്ടായി, ഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മലക്കുകളെ, നിങ്ങൾ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണം. അപ്പോൾ എല്ലാ മലക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇബ്ലീസ് അല്ലാഹുവിനോട് തർക്കുത്തരം പറഞ്ഞു, അസ്ജുദു ലിമൻ ഖലഖത തീന. നീ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആ ഒരു നീചമായ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദം നബിക്ക് ഞാൻ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്റെ കൽപ്പനയാണ് ഇവിടെ വരുന്നത്. ഞാൻ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ആരാധനയായിട്ടല്ല, ഇബാദത്തായിട്ടല്ല, മറിച്ച് ബഹുമാനമായിട്ടാണ്, റെസ്പെക്റ്റായിട്ടാണ്. ആ റെസ്പെക്റ്റായി സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നീ അത് ചെയ്തില്ല. അതുകൊണ്ട് നീ ശപിക്കപ്പെട്ടവനായി, നിന്നെ ഞാൻ ശപിക്കുകയാണ്. ഫഇന്നക റജീം, നീ ശപിക്കപ്പെട്ടവനാണ്. അപ്പാവൻ പറഞ്ഞു, അവനവിടുന്ന് രണ്ടാമതൊരു വാദം ഉന്നയിക്കുകയാണ്. قال أرأيتك هذا الذي كرمت علي. അവൻ പറയുന്ന രണ്ടാമത്തെ വാദം, നീ ആദം നബി അലൈഹിസ്സലാമിന് എന്നേക്കാൾ ബഹുമാനം കൊടുത്തു എന്നുള്ളതാണ്. എന്നേക്കാൾ ആദം നബിയെ നീ ബഹുമാനം നൽകിയിട്ടുണ്ടല്ലോ. സഹോദരന്മാരെ, ബഹുമാനം എന്നുള്ളത് അല്ലാഹു കൊടുക്കുകയാണ്, സ്ഥാനമാനം അല്ലാഹു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് നബുവത്ത് ലഭിച്ചപ്പോൾ അബൂജാഹിൽ എന്താ പറഞ്ഞത്? മുഹമ്മദ് നബിയോട് എനിക്ക് വൈരാഗ്യമില്ല, മുഹമ്മദ് നബി പറയുന്നതിൽ എനിക്ക് എതിർപ്പില്ല, പക്ഷേ ഒറ്റ കാര്യവും എന്താ? അല്ലാഹു ഈ നബുവത്ത് കൊടുത്തത്, റിസാലത്ത് കൊടുത്ത് റസൂലാക്കിയത് മുഹമ്മദിനെയായിപ്പോയി. ആമിന ബീവിയുടെ മകനായ പാവപ്പെട്ട മുഹമ്മദിനെയല്ലേ അല്ലാഹു നബിയാക്കിയത്?
അതേസമയം ഈ നാട്ടിന്റെ വലിയ മുമ്പനായ ഞാനുണ്ടാകുമ്പോ തലയുണ്ടാകുമ്പോൾ അരനങ്ങാൻ പാടില്ലല്ലോ. ഞാനുണ്ടാകും മുഹമ്മദിന്റെ നബിയായി, അതുകൊണ്ട് മുഹമ്മദ് നബി ഞാൻ അംഗീകരിക്കൂല. ഇതാ അബൂജഹൽ മരണവേളയിൽ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, നീ ആദം നബിനെ നീ ബഹുമാനിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ചില ആൾക്കാരുണ്ട്, അവർക്ക് അമ്പിയാക്കന്മാരെ ബഹുമാനിക്കുന്നത് ഇഷ്ടമില്ല, ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നവർക്ക് താല്പര്യമില്ല, സ്വാലിഹീങ്ങളെയും പെങ്ങന്മാരെയും ആലിമീങ്ങളെയും ബഹുമാനിക്കുന്നവർക്ക് ഇഷ്ടമില്ല. അവർ പറയുന്നു, ഞങ്ങളും അവരും ഒരുപോലെയല്ലേ, പിന്നെന്തിന് ബഹുമാനിക്കണം, പിന്നെന്തിന് ഉസ്താദിനെ ബഹുമാനിക്കണം, പിന്നെന്തിന് തങ്ങളെ ബഹുമാനിക്കണം, പിന്നെന്തിന് റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം, പിന്നെന്തിന് മാതാവിനെ ബഹുമാനിക്കണം, പിന്നെന്തിന് പിതാവിനെ ബഹുമാനിക്കണം? ഈ ചോദ്യം ഇബ്ലീസ് ചോദിച്ച ചോദ്യമാണ്. നീ എന്തിന് ബഹുമാനം കൊടുത്തു? നീ ബഹുമാനം കൊടുത്തു, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കൂല. ആദം നബി അലൈഹിസ്സലാമിന് റെസ്പെക്ട് കൊടുത്ത് ഞാൻ അംഗീകരിക്കൂല. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിച്ചേ പറ്റൂ, അള്ളാഹു ആദരിച്ചവരെ ആദരിച്ചേ പറ്റൂ. ഇബ്ലീസ് നരകത്തിലേക്ക് പോകാൻ കാരണം അവൻ ഇബാദത്ത് ചെയ്യാത്തതല്ല, മറിച്ച് ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാത്തതാണ്. ആകാശഭൂമിയിൽ വെച്ച് ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലത്തും അവൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവനാണ്. വളരെ കൂടുതലായി ഇബാദത്ത് ചെയ്തവനാണെന്ന് പറഞ്ഞാൽ ഇബ്ലീസ് എന്ന് പറയാം. ഒരൊറ്റ സ്ഥലം പോലും ബാക്കിയില്ല. പക്ഷേ അവൻ ചെയ്ത ഒരൊറ്റ കാര്യം, ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചില്ല, റെസ്പെക്ട് കൊടുത്തില്ല. അതുകൊണ്ട് നാം കുറെ നിസ്കരിച്ചത് കൊണ്ടോ, നാം കുറെ നോമ്പെടുത്തത് കൊണ്ടോ, കുറെ പള്ളിയിൽ വന്നതുകൊണ്ടോ ആലിമീങ്ങളെയും നബിമാരെയും അതുപോലെ മഹാന്മാരെയും അള്ളാഹു ബഹുമാനിച്ച ആരൊക്കെയുണ്ടോ അവരെ ബഹുമാനിക്കാതിരുന്നാൽ നാം ഇബ്ലീസിന്റെ വഴിയിലായി പോകും. ഇബ്ലീസിൽ നാം ആരാധിച്ചതുപോലെയാകും. മഹാന്മാരെ മൗലിദ് വേണ്ടെന്ന് പറയുന്നവരെ നാം സഹോദരന്മാരെ, അതുപോലെ മഹാന്മാർ ചെയ്തു പോയ നല്ല കാര്യങ്ങൾ, ഖബർ സിയാറത്തായാലും മൗലിദായാലും റാത്തീബായാലും ഹദ്ദാദായാലും ഖുത്ബിയത്തായാലും നേർച്ചയായാലും മന്ത്രമായാലും അള്ളാഹു ബഹുമാനിച്ച മഹാന്മാർ പഠിപ്പിച്ച കാര്യത്തെ തള്ളിപ്പറഞ്ഞാൽ അവൻ ഇബ്ലീസ് പറഞ്ഞ അതേ വാദമായി പോയി. അല്ലാഹു തആല പറഞ്ഞു, ഇബ്ലീസിനെ നിങ്ങൾ അതുപോലെ ശൈത്താന്മാരെ നിങ്ങൾ ആരാധിക്കരുത്. അലം യാ ബനി ആദമ, അല്ലാത്ത ശൈത്താൻ ബഹുമാനിക്കാൻ പാടില്ല. ബഹുമാനിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകും. നിസ്കാരമുള്ളതുകൊണ്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറഞ്ഞു, അവൻ നോമ്പനുഷ്ഠിച്ചാലും ശരി, അവൻ നിസ്കരിച്ചാലും ശരി, അള്ളാഹു കണക്കിലെടുക്കൂല. അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരുമില്ല. പക്ഷേ പ്രത്യേകിച്ചും നാം ഇബാദത്ത് ചെയ്യുന്നു എന്ന അവകാശം പറഞ്ഞ് നല്ല ആൾക്കാരെ ഞങ്ങൾ ഒരുപോലെയാണെന്ന് നമ്മൾ വിചാരിച്ചു പോയാൽ അത് നമ്മുടെ പീസൂരാൻ കാരണമായി പോയി എന്ന് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാരാകട്ടെ, നമ്മുടെ ഈമാൻ കാത്തുരക്ഷിക്കുമാരാകട്ടെ. സഹോദരന്മാരെ, ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ, അവനെങ്ങനെ പറയാം, ഞാൻ അന്ത്യനാൾ വരെ ഒന്ന് ബാക്കി വെച്ചാലോ, ലാഹിതന്നിക്കന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ. ഇബ്ലീസ് പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളെ ഞാൻ വഴി തെറ്റിക്കും, അവർ നരകത്തിന്റെ വഴിയിലേക്ക് ഞാൻ കൊണ്ടുപോകും. പക്ഷെ എല്ലാവരെയും കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. ഇല്ലാ ഖലീല, കുറഞ്ഞ ആൾക്കാരെ ഒഴിച്ച്. നാം മനസ്സിലാക്കണം, നാം ചിന്തിക്കണം. ഇബ്ലീസ് അവിടെ പറഞ്ഞത് ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അള്ളാഹുവിനോട് അവൻ ചാലഞ്ച് ചെയ്യുന്നു. എന്നിട്ട് അവൻ പറയുന്നില്ല ഖലീല, കുറഞ്ഞ ആൾക്കാരെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല.
അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തികൾ 73 വിഭാഗമായി മാറി. അതിൽ 72 വിഭാഗം നരകത്തിലേക്കാണ്, ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്ക്. അപ്പൊ നാം ഇതിൽ പഠിക്കേണ്ടതുണ്ട്. അവൻ പറഞ്ഞ ആൾക്കാർ പോകില്ലെന്നാണ്. അതായത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു കൂട്ടം ആൾക്കാർ മാത്രം സ്വർഗത്തിലേക്ക്. അപ്പൊ ഖുർആൻ എതിരല്ല, ഹദീസ് എതിരല്ല. അള്ളാഹു പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിലൂടെ എതിരില്ല. ലോകത്ത് മൊത്തം നിങ്ങൾ നോക്കൂ, അവിശ്വാസികളാണ്. എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാവരും വിശ്വാസികളായിക്കൂടെ? വലൗ ശാഅ അല്ലാഹു ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഒരേ പാർട്ടിയാക്കുമായിരുന്നു, ഒരേ സമുദായമാക്കുമായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ ഉദ്ദേശമില്ല. സൂറത്തുൽ ഹൂദിന്റെ ആയത്താണ്. എന്നാൽ ഇബ്ലീസ് പറയുന്നു, എല്ലാവരെയും ഞാൻ കൊണ്ടുപോകും, കുറഞ്ഞ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റൂല. മറ്റൊരായത്തിലില്ല, ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അല്ലാഹുവിനെ പേടിക്കുന്ന മനസ്സിൽ ഈമാനുള്ള മഹാന്മാരെ ബഹുമാനിക്കുന്ന സ്വാലിഹീങ്ങളെയും ഔലിയാക്കന്മാരെയും ഇഷ്ടപ്പെടുന്ന നല്ലവരെനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ മൗലിദ് ഓതുന്നതിലും നമ്മളുടെ ഹദ്ദാദ് ചെയ്യുന്നതിലും കാര്യങ്ങളും സഹോദരന്മാരെ, നാം നല്ല കാര്യം ചെയ്യുന്നതിലും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വഴിയിലാക്കി തരട്ടെ. ആരെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അറിയാതെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലത് പ്രദാനം ചെയ്യും, നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ദുആ ചെയ്യുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, അങ്ങനെ ഇബ്ലീസിന്റെ വഴിയിൽ നാം കടന്നു പോകാൻ പാടില്ല. അല്ലാഹു പറയുന്നു, ഇന്ന ഇബാദി. അവൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരെ ഞാൻ കൊണ്ടുപോകില്ല. അല്ലാഹു പറയുന്നു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ അടിമകൾ നല്ലവരുണ്ട്, സ്വാലിഹീകളുണ്ട്. അവരെ കൊണ്ടുപോകാൻ ഇബ്ലീസേ നിനക്ക് പറ്റൂല, നരകത്തിലെ കൊണ്ടുപോകാൻ പറ്റൂല.